തിരുവനന്തപുരത്ത് കരമനയിൽ ഒരു കൊലപാതകം നടന്നു. ഒരു പയ്യനെ വീട്ടിൽ നിന്ന് 5 അംഗ സംഘം വിളിച്ചിറക്കിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ പറമ്പിൽ അവനെ കൊന്നുതള്ളി. ഈ 5 അംഗ സംഘം 5 വർഷം മുമ്പ് ഇതുപോലെ മറ്റൊരു പയ്യനെ മണിക്കൂറുകളോളം ഒരു പറമ്പിൽ കൊണ്ടുപോയി അവനെ വളരെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ്. 5 വർഷം മുമ്പ്. ഈ തിരുവനന്തപുരത്ത് നിരന്തരം ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം യഥാർത്ഥത്തിൽ ഗുണ്ടകളുടെ ഒരു താവളമായി മാറുകയാണ്. താവളം എന്ന് വെച്ചാൽ മറ്റെല്ലാ പ്രദേശങ്ങളും പോലെ തിരുവനന്തപുരവും അത്രയേ ഉള്ളൂ. തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല. എന്റെ ഏറ്റവും കൂടെ ഗുണ്ടകളുള്ളത് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ പ്രദേശത്താണ്. കൊച്ചി, ആലപ്പുഴ, കൊച്ചി, തൃശ്ശൂർ ഈ മേഖലയിലാണ്. നമ്മൾ പൊതുവെ പറയുമ്പോൾ കൊച്ചിയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഗുണ്ടകള് മഹാഭൂരിപക്ഷം വരുന്നത് ചേർത്തല, ആലപ്പുഴ സൈഡിൽ നിന്നാണ്. നോക്കിയാൽ മതി. അല്ലെങ്കിൽ തൃശ്ശൂർ, ചാവക്കാട് ആ സൈഡിൽ നിന്നാണ്. പക്ഷെ ഇവരുടെ ആവശ്യം എറണാകുളത്താണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇതൊരു തരം ഗുണ്ട, വേറൊരു ഗുണ്ടയുണ്ട്, രാഷ്ട്രീയ ഗുണ്ടകൾ. ഈ രാഷ്ട്രീയ ഗുണ്ടകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കണ്ണൂരാണ്. കണ്ണൂര്, കോഴിക്കോടിന്റെ വടക്കൻ ഭാഗങ്ങള്, കാസർഗോഡ് വരെ അതങ്ങ് പോകും. ഈ രാഷ്ട്രീയ ഗുണ്ടകൾ ഇപ്പം സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതാണ് വേറൊരു കാര്യം. ഇതിൽ തിരുവനന്തപുരം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരം പറഞ്ഞ അധികാരത്തിന്റെ കേന്ദ്രമാണ്. അപ്പൊ അധികാരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഗുണ്ടകളുടെ സേവനം അത്യന്താപേക്ഷിതമാണ്. നേരിട്ട് ചെയ്യാൻ വരുന്ന ഗുണ്ടകളെ കൊണ്ട് ചെയ്യും. പിന്നെ മാത്രമല്ല നഗരത്തിൽ എപ്പോഴും ഗുണ്ടകൾക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നത് വെച്ചാല് നഗരത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ ആളുകൾ തമ്മിൽ ഒരുമ ഉണ്ടാവില്ല. ഗ്രാമപ്രദേശങ്ങളിൽ ഗുണ്ടകൾ വളരെ വലിയ രീതിയിൽ നടക്കില്ല. കാരണം നാട്ടുകാർ ഒരുമിച്ച് കയറി തല്ലും, കരയോഗം കൂടും, അല്ലെ പാർട്ടിക്കാർ കൂടും, ആരെയും കൂടിയിട്ട് നമ്മൾ തല്ലി ഓടിക്കും. പക്ഷെ അങ്ങനെയല്ല ഈ നഗരത്തിൽ എല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. ആരും ആരെയും സഹായിക്കാനോ ശ്രദ്ധിക്കാനോ. അപ്പൊ നഗരത്തിൽ ഭീതി ഉണ്ടാക്കാൻ ഈ ഗുണ്ടാ സംവിധാനം നഗരങ്ങളൊക്കെ തീർച്ചു. ഇവരെല്ലാം ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ആളുകളാണ്. നഗരത്തിലുള്ള ഗുണ്ടകൾ പൊതുവെ കുറവായിരിക്കും. കാരണം നഗരത്തിൽ കുറച്ചുകൂടി ഈ പിള്ളേരൊക്കെ വളർന്നു വരുന്നത് കുറച്ചും കൂടി ഒരു സെൻസിറ്റീവ് ഒക്കെ ആയിട്ടാണ്. കാരണം മറ്റുള്ളവരുടെ ലൈഫ്, ജീവിതം, അതിനൊക്കെ ഒരു നല്ല സ്കൂളൊക്കെ പഠിച്ചു വരുന്നതിന്റെ ഒരു ഗുണം പൊതുവേ ഉണ്ടാവും. അല്ലാതെ വളരെ അപൂർവം ചില SSLC വലിയ മാർക്ക് മേടിച്ച ഗുണ്ടകളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. ഗ്രാമപ്രദേശത്തെ ആളുകൾ വളരെ റെസ്ട്രിക്റ്റ് ആയിരിക്കും. അവർക്ക് മര്യാദയ്ക്കുള്ള ജീവിത സാഹചര്യം പോലും ഉണ്ടാവില്ല. അവർക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. എന്നിട്ട് നാട്ടിൽ വലിയ ആളായി നടക്കണം. ഇങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് നഗരങ്ങളിലുള്ള ആവശ്യക്കാർ ഹയർ ചെയ്യും. ഇപ്പം ബോംബെയിൽ അബൂ സലീം ഉൾപ്പെടെയുള്ള ബോംബെ അധോലോകത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാം തന്നെ വന്നിരിക്കുന്ന അസംഗഡ് എന്ന് പറഞ്ഞുള്ള സ്ഥലമുണ്ട്. അസംഗഡ് അത് UP യിലുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് ഗുണ്ടകൾ വരിക. ഗുണ്ടകൾ വന്ന് ദാവൂദ് ഇബ്രാഹിം ആ നാട്ടുകാരനാണ്, ഏത് ബോംബെക്കാരനാണ്. മറ്റേത് ഈ ഹയർ ചെയ്യുന്ന അബൂ സലീം ഉൾപ്പെടെയുള്ള ആള് അസംഗഡ് എന്നാണ്. അപ്പൊ അസംഗഡ് അബൂ സലീം വന്ന് 1-2 കൊട്ടേഷൻ വർക്കൊക്കെ ചെയ്തു. സഞ്ജയ് ദത്തിന്റെ വീട്ടിൽ തോക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ സഞ്ജയ് ദത്തിന്റെ വീട് കണ്ടപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി. എനിക്ക് ഇന്ന് ഇതുപോലെ സൗകര്യങ്ങളൊക്കെ വേണമെന്നായി. അങ്ങനെയാണ് അബൂ സലീം സ്വന്തം ഒരു ബ്രാൻഡായിട്ട് മാറിയത്. മനസ്സിലായില്ലേ? അപ്പം തിരുവനന്തപുരത്തെ അങ്ങനെ പലപ്പോഴും ഗുണ്ടകളുടെ തലസ്ഥാനം എന്ന് വിളിക്കുന്ന ഒരു കാര്യം, ഗുണ്ടകളുടെ തലസ്ഥാനം എറണാകുളമാണ്. ഈ പയ്യൻ ബാറി വെച്ചുണ്ടായ തർക്കത്തിന്റെ പേരിലാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഗുണ്ടകള് ഉണ്ടാവുന്നതെന്ന് വെച്ചാല് ഗുണ്ടകൾ ഒരു പ്രത്യേക മനസ്ഥിതിയാണ്. മനസ്ഥിതി എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്ന പോലെ വരുംബരായികളൊന്നും അവർ ചിന്തിക്കില്ല. കാരണം അവരിത് യൂസ് ടു ആണ്. ഒന്ന്, ഈ നാട്ടുപ്രദേശത്തെ ആളുകളെ വലിയൊരു പ്രോബ്ലം ഇതാണ്. ഈ നഗരങ്ങളും നാട്ടുപ്രദേശങ്ങളുണ്ട്. നഗരങ്ങളിലെ കോളനികളുണ്ടല്ലോ, വലിയ ജീവിത സൗകര്യം. ഇതൊക്കെ നഗരങ്ങളിലെ നാട്ടുപ്രദേശങ്ങളാണ്. അർബൻ വില്ലേജസ് നമ്മൾ പറയും. ഇപ്പൊ ഡൽഹിയില് ലേ മെറിഡിയൻ ഹോട്ടലിൽ, അതിന്റെ മുന്നിലുള്ള ബംഗ്ലാവിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം. ഈ ലേ മെറിഡിയൻ ഹോട്ടലിന്റെ തൊട്ടടുത്ത് ഒരു ചേരിയുണ്ട്. ഒരു ബൈക്ക് മാത്രം പോകുന്ന ഒരു സ്ഥലമാണ്. പാർലമെന്റ് തൊട്ടടുത്താണ്. ഈ ചേരിയിൽ നമ്മൾ ഒരിക്കലും ഞാൻ എന്തോ ഒരു സാധനം കാർ ചെയ്യുന്ന ഷാമ്പു പറ്റാൻ മേടിക്കാൻ പോയിരുന്നു. അപ്പൊ വേറെ ഒരു ഷോപ്പും തുറന്നിട്ടില്ല. അപ്പൊ എന്നോട് വന്ന് അവിടെ കിട്ടുന്നു. അവിടെ ഞാൻ പോയി അവിടെ ഒരു നിങ്ങൾ ബീഹാറിൽ ഒരു ഗ്രാമപ്രദേശത്ത് പോയ അവസ്ഥയാണ്. ശരി, മനസ്സിലായില്ലേ? അതെന്ന് വെച്ചാൽ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഈ ബംഗ്ലാവുകളിലൊക്കെ വേലക്കാരായി ജോലി ചെയ്യുന്ന ആളുകൾ, ഇവര് താമസിക്കുന്ന സ്ഥലമാണ് ഈ കോളനി. ഈ കോളനി നിങ്ങളെ കണ്ണിൽ പെട്ടെന്ന് വിടില്ല. അപ്പൊ ഇത്തരം പ്രദേശങ്ങളിൽ നിന്നാണ് ഈ ഗുണ്ടകൾ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ IAS ഒന്നും IPS ഒന്നും ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെ സ്വപ്നങ്ങളൊന്നുമില്ല. പൊതുവെ സ്കൂളുകളിൽ ഒരു ഡ്രോപ്പായിട്ടായിരിക്കും. പിന്നെ അങ്ങനെ വന്നാൽ നാട്ടിൻ പുറത്ത് നിന്ന് ക്രിക്കറ്റ്, ഫുട്ബോൾ കളിയൊക്കെ വന്നോട്ട് ചില ചേട്ടന്മാരെ പരിചയപ്പെടും. അവിടെ തല്ലുണ്ടാവും, കേസാവും, പോലീസ് സ്റ്റേഷനിലാവും. ആദ്യം പോലീസുകാരൻ 2 അടി കിട്ടും. പിന്നെ ചേട്ടന്മാരെ ഇറക്കി കൊണ്ടുവരും. പിന്നെ മറ്റവരെ തിരിച്ചടിക്കും. പിന്നെ ഈ ചേട്ടന്മാർ തന്നെ അവനെ ഗ്യാങ്ങിലെടുക്കും. പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ സമയത്ത് മറ്റേ കൊട്ടേഷൻ പോകും. അപ്പൊ രാഷ്ട്രീയം നേതാക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്നതിനെക്കാട്ട് ആക്സെപ്റ്റൻസ് ഇവന് കിട്ടും. അപ്പൊ നമ്മൾ ഇവന്റെ കൂടെ തന്നെ പഠിച്ച് 1ാം റാങ്ക് മേടിച്ചവന് ഇവര് പുച്ഛായിരിക്കും. അവനൊക്കെ രാഷ്ട്രീയ നേതാവിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവന് നേരിട്ട് പോയി കാണാൻ പറ്റും. ഇത് രാത്രി മാത്രമല്ല ഈ രാഷ്ട്രീയ നേതാവിന്റെ ചിലപ്പോൾ പല സ്ഥലത്തും ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന് ഇവനായിരിക്കും.
അപ്പൊ ഇതാണ് ഗുണ്ടകളുടെ ഒരു അവര് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയൊക്കെ ഇവർക്ക് കിട്ടാറുണ്ടോ? പൊതുവെ കിട്ടും. അല്ലെങ്കിൽ ഗുണ്ടകൾ നിൽക്കില്ലല്ലോ, നിലനിൽപ്പില്ല. ഇപ്പൊ ഭരചന്ദ്രനെ പോലുള്ള ആളുകളാണ് ഇവിടുത്തെ പോലീസ് ഓഫീസർമാരെങ്കിൽ ഇവിടെ ഗുണ്ടകൾ ഉണ്ടാവില്ല. ഇപ്പൊ ബോംബെയിൽ എങ്ങനെ ഗുണ്ടായിസ് ഇല്ലാതായത്? ബോംബെയില് ഒരു 83 ബാച്ച് ഉണ്ട്. അതിലാണ് നമ്മുടെ സലസ്കർ ഒക്കെ ഉണ്ടായിരുന്നത്. ഇവരൊക്കെ ശിവസേനയുടെ ശാഖകളിൽ പോയിട്ടുള്ള പയ്യന്മാരാണ്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവരൊക്കെ മര്യാദക്കാരാണ്, ഗവൺമെന്റ് ജോലിയൊക്കെ നോക്കി നടക്കുന്നത്. അന്ന് ബോംബെ അധോലോകം എന്ന് വെച്ചാൽ ബേസിക്കലി ഈ കരീംലാല ഈ ടീമിന്റെ കയ്യിലാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന കരീംലാല ഈ ടീമിന്റെ കയ്യിലാണ്. കരീംലാല എന്ന ഒരു എത്തിക്സ് ഇല്ലാത്ത ആളായിരുന്നു. ഇസ്ലാമിക് സാധനം ഉണ്ട് എന്നുള്ള വിധത്തിൽ. പക്ഷെ ആജി മസാനൊക്കെ ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രഗ്സ് ചെയ്യില്ല, അനാവശ്യമായി ഉപദ്രവിക്കില്ല. വരദരാജ മുതലേരും അങ്ങനെ തന്നെ. പക്ഷെ ഇയാളത് അങ്ങനല്ല. ഒരു ഗോത്രവർഗ ഈ കണ്ണൂരെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ആയിരുന്നു. അടിക്കടി അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പൊ കരീംലാലിലെ ഈ ഗുണ്ടകൾ ഈ പയ്യന്മാർ ഇവര് ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഇവരെ പോക്കറ്റ് അടിക്കുന്നു, ചോദിച്ചു ഇവരെ തല്ലുന്നു. മനസ്സിലായോ? പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ ഇവിടെ ഗുണ്ടകൾക്കാണ് സീറ്റ്. പക്ഷെ അതേസമയം തന്നെ ഇയാള് കാണുന്നത് വെച്ചാൽ ശിവസേനയുടെ ഒരാൾ വരുമ്പോൾ, പ്രദീപ് ശർമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു, ശിവസേനയുടെ ആൾ വരുന്ന സമയത്ത് അയാൾക്ക് ഒരു സീറ്റ് അവിടെ കിട്ടും. അതുകൊണ്ട് ഇവൻ പറ്റിയെന്ന് പ്രദീപ് ശർമ്മ പോയിട്ട് ശിവസേനയുടെ ഇതിലേക്ക് ശാഖയിൽ കയറുന്നു, അവിടെ പ്രധാന ശിക്ഷകാവുന്നു. പിന്നെ ഇവരുടെ നാട്ടിലെ വലിയ അതിനുശേഷം ഈ സിസ്റ്റത്തിനുള്ളിൽ കയറി കഴിഞ്ഞാലേ അവന്മാരെ ഒതുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ബാച്ച് പോലീസ് അവിടെ മഹാരാഷ്ട്ര പോലീസിലെ SI-മാരായിട്ട് വരുന്നു. അവരാണ് പിന്നെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളായി വന്നു. അന്നത്തെ ബോംബെ എന്ന് വെച്ചാൽ നിങ്ങളെന്താ വിചാരിച്ചു? അന്നത്തെ ബോംബെ എന്ന് വെച്ചാൽ AK-47 എല്ലാവരും കയ്യില്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലേ, സകലവന്റെ കയ്യിലും ദാവൂദ് ഇബ്രാഹിം കടത്തിക്കൊണ്ടുവരുന്നത് AK-47 ആണ്. AK-47 ചോദിച്ച ഫൈറ്റ് നിങ്ങൾ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന, അല്ലെ മലയാളത്തിലെ ഹിന്ദി സിനിമ ആണെങ്കിലും പാട്ട് ഐറ്റം ഡാൻസിന്റെ സമയത്ത് കാണിക്കുന്ന AK-47 പിടിച്ചിരിക്കുന്ന ഗുണ്ടാ ടീം ഉണ്ടല്ലോ, അതൊന്ന് യാഥാർത്ഥ്യമായിരുന്നു അവിടെ. അതുപോലെയൊക്കെ തിരുവനന്തപുരം ആവും? ഇല്ല, അങ്ങനൊന്നും ആവില്ല. കാരണം ധാരാളം കൊലപാതകങ്ങൾ ഈ അടുത്തായി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തു വരുന്നത്. നമ്മുടെ മാധ്യമ ശ്രദ്ധ നേടിയ ഒട്ടേറെ കൊലപാതകങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ തിരുവനന്തപുരം ഇതിന്റെ ഒരു കേന്ദ്രമായി മാറുന്നു എന്നുള്ള തോന്നൽ ആളുകൾക്ക്. രണ്ടാമത്തെ കാര്യം, സാധാരണ ജനങ്ങൾ, സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങളുണ്ട്. സാധാരണ ഇവരുടെയൊക്കെ ഒരു ഇത്തരം ഈ പ്രവർത്തനങ്ങൾ കാരണം അവരുടെ സമാധാന സ്വൈര്യ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ? ജംഗിളിൽ നിങ്ങൾ ഒരിക്കലും സേഫ് അല്ല. ജംഗിളൊരു മുയലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സേഫ് അല്ല എന്നുള്ളത്. ഒന്നെങ്കിൽ അവിടെ ഈ ഭരണം കൃത്യമായിട്ട് ഭരണം നടത്തുന്ന ഒരു സിംഹം ഉണ്ടായിരിക്കും, അല്ലാതെ നിങ്ങൾ സേഫ് അല്ല. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉത്തരവാദിത്തം മറ്റാരെങ്കിലും ഏറ്റെടുക്കും. ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ, അവർ സേഫ് ആവില്ല. നിങ്ങൾ തിരുവനന്തപുരം മാത്രം മതി. എറണാകുളത്ത് അടുത്തപ്പോ തിരുവനന്തപുരത്ത് കത്തിയൊക്കെ അല്ലേ, എറണാകുളത്ത് തോക്കാണ്. കഴിഞ്ഞ ദിവസം 4 തോക്ക് പിടിച്ചു ആലുവയെന്ന്. അപ്പൊ തോക്കാണ് അവിടെ. നാളെ എന്തൊരു ഫോർച്യൂണർ കാർ കൊണ്ട് ചിടിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ടൗട്ടായി, അതും തോക്കാണ്. കോഴിക്കോട് എയർപോർട്ടിൽ എന്ന് പോകുന്ന സമയത്ത് 5 ഗുണ്ടകൾ മരിച്ചില്ല. പെരുമ്പാവൂർ അനസിന്റെ ടീമാണെന്ന് പറയപ്പെടുന്നു. അവര് ഓൾറെഡി ഷൂട്ടൗട്ട് സ്വർണ്ണം പൊട്ടിക്കൽ ടീമുമായിട്ട് ബന്ധപ്പെട്ടായി. ഇനി സ്വർണ്ണത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോയതാണ് അനസിന്റെ ടീം എന്നാണ് ഞാൻ എവിടെ വായിച്ചത്. ഈ പൊട്ടിക്കാൻ വന്ന ആളുകൾ ഇവരും കൂടി എയർപോർട്ടിന്റെ പുറത്തുനിന്ന് പിടിയപ്പെടുന്നിട്ടാണ് വണ്ടി കയറി പോയത്. അത് വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഈ ഭരണകൂടം, സെക്രട്ടേറിയറ്റ് ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങൾക്ക് ചുറ്റും നമ്മൾ കോടതിയിൽ പോലും കയറി വെട്ടിക്കൊന്ന കേസ്, കോടതിയിൽ വെട്ടിക്കൊള്ളാത്ത എളുപ്പമൊന്നുമല്ലല്ലോ, അല്ല ബുദ്ധിമുട്ടൊന്നല്ല. ഇവിടെ നിങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും മുദ്രപത്രമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഒരു സേഫ്റ്റി ഇല്ല. ആരും പരിശോധിക്കാൻ. ബോംബെയിൽ അങ്ങനെ ആയിരുന്നില്ലേ? ബോംബെയിൽ നിങ്ങൾ ഇത് ബോംബെയായിട്ട് കമ്പയർ ചെയ്യണം. ഇതേ ഒരു അവസ്ഥയായിരുന്നു ബോംബെയില്. ആർക്കും ഒരു സേഫ്. ഇവിടെ AK-47 വന്നിട്ടില്ലല്ലോ. AK-47 സാക്ഷിനെ കോടതിയിൽ സാക്ഷി പറയുന്നതിന് സമയത്ത് ബോംബ് എറിഞ്ഞു കൊല്ലുക. ഈ കഥയാണ് നായകൻ സിനിമയിലെ കമലഹാസന്റെ ക്യാരക്ടറിന്റെ മരണമൊക്കെ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ്. അപ്പം ഇങ്ങനെ കോടതി കൂട്ടുന്ന വെടിവെച്ച് കൊല്ലുക. കസ്റ്റംസ് ഓഫീസറുടെ വേഷത്തിൽ വന്നിട്ട് പോലീസുകാരെ മുന്നിൽ നിന്ന് ബോംബെറിഞ്ഞ് കൊല്ലുക. നടന്ന സംഭവം. നിങ്ങൾ സിനിമയെ കാണുന്നല്ല, നടന്ന സംഭവം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രിയദർശനൊക്കെ ഈ സംഭവങ്ങൾ അറിയാലോ. ഇതിനെ ബേസ് ചെയ്ത് കഥകളൊക്കെ അവർക്ക് അറിയാം. അങ്ങനെയാണ് അവരിത് മലയാളത്തിൽ അവതരിപ്പിക്കുന്നത്. അന്നൊക്കെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ഈ ന്യൂസ് വരും. മലയാള പത്രങ്ങൾ സമാധാനത്തിന് വേണ്ടി ന്യൂസ് ഒതുക്കും. പ്രിയനൊക്കെ ഇംഗ്ലീഷ് പത്രം വായിക്കുമല്ലോ, തിരുവനന്തപുരം നേരല്ലേ, സകല സാധനം കിട്ടില്ല ഇവിടെ. അങ്ങനെയാണ് പ്രിയന്റെ ഒക്കെ സിനിമകളിൽ ഇത്തരം സാധനം. നമ്മളന്ന് പ്രിയന്റെ ആര്യൻ പോലുള്ള സിനിമകൾ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചാൽ നടന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ ഗുണ്ടകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആവശ്യക്കാരുള്ള കാലത്തോളം ഗുണ്ടകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം യൂബർ ഈറ്റ്സ് അങ്ങനെ ഹിറ്റ് ആയതോടെ അവരിപ്പോ അത് സ്വിഗ്ഗിക്ക് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ പോലും ഹിറ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഫുഡ് വേണം. ഹോട്ടലുകളിൽ ഇവിടെ ഈ പറയുന്ന ആസാദൊക്കെ പോലെ നല്ല ഹോട്ടലുകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ വരെ പോകാനുള്ള മടി. മനസ്സിലായില്ലേ? ഭാര്യക്കാണ് പാചകം ചെയ്യാൻ താല്പര്യം. നിങ്ങൾ വല്ല മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കേണ്ട അവസ്ഥ. അവിടെയാണ് ആര് വരുന്നത്? ഈ പറയുന്ന സ്വിഗ്ഗി വരുന്നത് അല്ലെങ്കിൽ യൂബർ ഈറ്റ്സ് വരുന്നത്.
അപ്പൊ നിങ്ങൾ അവരെ വിളിക്കുന്നു, അവർ ആദ്യം ചാർജ് എടുത്തിരുന്നു, ഇപ്പം ചാർജ് എടുക്കുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം കൊണ്ടുത്തരും. ഒരാവശ്യക്കാരുള്ളത് കൊണ്ടാണ് ഗുണ്ടകളുള്ളത്. ഭരണകൂടത്തിന് ഇവരെ നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നത് എന്താണ്? പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. അല്ല, അത് കറക്റ്റ്, എന്റെ സിസ്റ്റം കറക്റ്റഡ് ആയതുകൊണ്ടാണ്. ഇവരെ ആവശ്യമുണ്ട്. ബാലചന്ദ്രനെ പോലുള്ള ഓഫീസർമാര് ആയിരുന്നെങ്കിൽ എല്ലാവരും എങ്കിൽ ഇത് നിർത്താൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ആർ ഡി നായനാരെ പോലുള്ള മുഖ്യമന്ത്രിമാരാണ് കേരളത്തിൽ എല്ലാവരും എങ്കിൽ ഇത് നിർത്താൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ നിർത്തിയത്. അവിടെ ആർ ഡി നായനാരെ പോലുള്ള മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. ഒരു ബാച്ച് അവിടെ സ്റ്റേറ്റ് പോലീസിലെ ഈ സലസ്കറിനെ പോലുള്ള ഓഫീസർമാര് എന്ത് ചെയ്തു? എല്ലാവരും ഭരചന്ദ്രന്മാരായി ഓടിച്ചിട്ട് വെടിവെച്ചു കൊല്ലേ. ഇവിടെ അങ്ങനെയുള്ള പോലീസ് ഓഫീസർമാർ അവരെ നിങ്ങൾ മനുഷ്യാവകാശം പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തിട്ട് പുറത്താക്കും. നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരികൾ വരണം. നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരികൾ വേണം. അവർ ഈ സിസ്റ്റത്തിൽ ഇവർ ഉപയോഗിക്കില്ല ഒരിക്കലും. ഇവർക്ക് ഇലക്ഷൻ സമയത്തൊക്കെ ചിലപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇവർ ആവശ്യമായിട്ട് വരും. അന്ന് രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ അണികൾ കുറഞ്ഞുകൊണ്ടിരിക്കുക, അണികൾക്ക് വിശ്വാസം ഇല്ലാതെക്കൊണ്ടിരിക്കുക. അന്നപ്പോൾ എന്ത് ചെയ്യും? അന്നപ്പോൾ സമയം ഇത്തരം ആളുകളെ ഉപയോഗപ്പെടുത്തും. നഗരങ്ങളിൽ എസ്പെഷ്യലി പിന്നെ ഗ്രാമപ്രദേശങ്ങളിലും പോയി ഒരു പ്രധാനപ്പെട്ട ആളെ കൊല്ലണമെങ്കിൽ ഇങ്ങനെ കൊട്ടേഷൻ എടുക്കും. പണ്ട് കണ്ണൂരൊന്നും അതില്ലായിരുന്നു. ടി പി കേസോടുകൂടി നമ്മൾ കണ്ടത് കണ്ണൂരിൽ പോലും ഈ രാഷ്ട്രീയ ഗുണ്ടകൾ, മുമ്പ് പാർട്ടിക്കാർ തന്നെയായിരുന്നു, പക്ഷേ ഗുണ്ടകൾ ഉപയോഗിച്ചു തുടങ്ങി. അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് ഇതെങ്ങനെ പ്രശ്നം? ഇത് തിരുവനന്തപുരം മാത്രമല്ല, ഇതിന്റെ തലസ്ഥാനം കൊച്ചിയാണ്. അതായത് തിരുവനന്തപുരത്ത് കുറ്റം പറയേണ്ട. പിന്നെ തിരുവനന്തപുരത്ത് പണ്ടായിട്ട് ഒരു ഗുണ്ടാ സംസ്കാരം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ പണ്ടത്തെ ഈ പറഞ്ഞ സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾ നാട്ടിൻ പ്രദേശത്ത് എപ്പോഴും പഴയ നോവലുകളിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. നാട്ടിൻ പ്രദേശത്ത് ഒരു ഗുണ്ടാ സെറ്റപ്പ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരം കഴിഞ്ഞ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടാ സെറ്റപ്പ് ഉള്ളത് തിരുവനന്തപുരത്തിന് പുറത്ത് ഈ കഴക്കൂട്ടത്തിന്റെ വടക്ക് നിങ്ങളെ കൊല്ലം തൊട്ട് ആലപ്പുഴ വരെയുള്ള ഒരു റീജിയൻ ഉണ്ട്. അവിടെ ഗ്രാമീണ മേഖലയിൽ ലോക്കൽ ഗുണ്ടാ സെറ്റപ്പും മയക്കുമരുന്നായിട്ട് വളരെ സജീവമാണ്. രാഷ്ട്രീയക്കാരും വല്ലപ്പോഴൊക്കെ അവരുടെ സഹായം ഉപയോഗിക്കാറുണ്ട്. അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, ഇത്തരം ഗുണ്ടാ സെറ്റപ്പായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാർ ആരായാലും അവർക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ തീരുമാനിക്കില്ല. രണ്ട്, നിങ്ങളെ ഈ പറയുന്ന ഹൗസിംഗ് കോളനിയെല്ലാം ഒരു ഐക്യമൊക്കെ ഉണ്ടാക്കണം. മൂന്നാമത്, അത്യാവശ്യം പിള്ളേരൊക്കെ മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കണം. മൂന്നാമത്, ഏതൊരു കാര്യം വന്നാൽ അത് ജനശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് ലൈവാക്കി നിലനിർത്താൻ പറ്റണം. അല്ലാതെ ഒരു കേസ് വന്ന് നിങ്ങളിപ്പോ ഗുണ്ടയ്ക്കെതിരെ കേസ് കൊടുത്താൽ അടുത്ത ദിവസം എവിടെയെങ്കിലും വെച്ച് അവനെ പ്രതികാരം ചെയ്യും. നിങ്ങൾ ഒറ്റപ്പെട്ടു. ഈ പേടിയാണ്. അല്ല, ഇതിനകത്ത് ഇതും കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം സാറേ. ഈ 5 വർഷം മുമ്പ് അതിക്രൂരമായി നടത്തിയ കൊലപാതകം അവരിപ്പോഴും ശിക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് അവർ പുറത്താണ്. അവരെ കൃത്യമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് പ്രശ്നം. അതായത് കൃത്യമായിട്ടുള്ള FIR വരുന്നില്ല. ഏറ്റവും പ്രഗത്ഭനായ വക്കീലന്മാർ വാദിക്കുന്നില്ല. അപ്പൊ വൺസ് ഇങ്ങനെ കൊലപാതകം ചെയ്ത് നിങ്ങൾ പുറത്തു വന്നാൽ നിങ്ങൾക്ക് അത് അറപ്പ് മാറും. രണ്ടാമത്, നിങ്ങൾ ആരെങ്കിലും സംരക്ഷിക്കാനുണ്ടോ ധൈര്യം വരുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തേ കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മുടെ ജയിലുകൾ പലപ്പോഴും കറക്ഷൻ സെന്ററുകളാണെന്നാണ് നമ്മൾ ശംസീർ കൊണ്ട് പറഞ്ഞത്. പക്ഷെ കറപ്ഷൻ സെന്ററുകൾ ആവുന്നില്ല. കറപ്ഷൻ അല്ല, കറക്ഷൻ സെന്ററുകൾ ആവുന്നില്ല. കറപ്ഷൻ സെന്ററുകൾ ആവുന്നത്. അതാണ് പ്രശ്നം. അതായത് ഇവന്മാർ കൂടുതൽ കറപ്റ്റഡ് ആയിട്ടാണ് പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് പല ഘടകങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരെ വോട്ടർമാരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശേഷിയുള്ള വിൽ പവർ ഉള്ള ആളുകളെ പിടിച്ചിട്ട് നേതാക്കന്മാരാക്കുക, അവരെ ജയിപ്പിക്കുക. അവരങ്ങനെ അല്ലാന്ന് തോന്നുമ്പോൾ അവരെ കൃത്യമായിട്ട് വോട്ട് ഔട്ട് ചെയ്തിട്ട് പുതിയ പയ്യന്മാരെ കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നതിന്റെ മാതിരി പിന്നെ കുറച്ച് പൈസയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കിട്ടി അതിന്റെ പുറത്തൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ സേഫ് അല്ലാതാവുന്നു. നിങ്ങൾ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ അവനവന് സൂക്ഷിക്കാൻ അവനവന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രേ ഉള്ളൂ.